രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിമർശിച്ച യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിനെതിരെ പോലീസ് മേധാവിക്ക് പരാതി നൽകി കോൺഗ്രസ് പ്രവർത്തകൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യ വിമർശനവുമായി രംഗത്ത് വന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് എം.എ. ഷഹനാസ് കള്ളപ്പണ ഇടപാട് നടത്തുന്നതായി സംശയമുണ്ടെന്ന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ. കാസർഗോഡ് സ്വദേശിയും കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമായ നിയാസ് മലബാറിയാണ് പരാതിക്കാരൻ. ഒരേ പേരിൽ പല ID കാർഡുകൾ ഷഹനാസ് കൈവശം വെക്കുന്നുവെന്നും ചെറിയൊരു പബ്ലിക്കേഷൻ സ്ഥാപനം നടത്തുന്ന ഇവർ പതിവായി വിദേശയാത്ര നടത്തുന്നുവെന്നുമാണ് പരാതിയിലെ ആരോപണങ്ങൾ. രാഹുലിനെതിരെ പരസ്യ നിലപാടെടുത്ത ഷഹനാസിനെ ഒതുക്കാനാണോ ഈ പരാതിയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ പരാതിയിൽ സത്യമുണ്ടെങ്കിൽ ഷഹനാസ് കുടുങ്ങും എന്നതിൽ സംശയമില്ല. വിദേശയാത്രകളുടെ മറവിൽ കള്ളപ്പണ ഇടപാട് നടത്തുന്നുവെന്ന് സംശയമുണ്ടെന്നാണ് പരാതിയിലെ പ്രധാന ആരോപണം. പല പേരുകളിലുള്ള ID കാർഡുകളുടെ നമ്പറുകളും ചിത്രങ്ങളും വിശദാംശങ്ങളും സഹിതമാണ് നിയാസ് മലബാറി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. ഈ പരാതിയിൽ അന്വേഷണം നടത്തുന്നതിനായി കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയതായി DGPയുടെ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പും നിയാസ് മലബാറിക്ക് ലഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് ഫറോക്ക് സ്വദേശി ഡോക്ടർ സിജേഷ് എന്നയാളുടെ ഭാര്യയും മാക്ബത്ത് പബ്ലിക്കേഷൻ ആൻഡ് മീഡിയ LLP എന്ന സ്ഥാപനത്തിന്റെ പാർട്ട്ണറുമായ മുരിയാട് അറക്കൽ ഷഹനാസ് എന്ന M.A. ഷഹനാസ് പല വിധത്തിലുള്ള ഐഡികൾ ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് നിയാസ് പരാതിയിൽ പറയുന്നത്. പാൻ കാർഡിലും പാസ്പോർട്ടിലും മുരിയാട് അറക്കൽ ഷഹനാസ് എന്ന പേരാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ അവരുടെ കൈവശമുള്ള ഡ്രൈവിംഗ് ലൈസൻസിൽ പ്രിയ സിജേഷ് എന്ന പേരാണ് ഉപയോഗിക്കുന്നത്. ലൈസൻസിൽ ഭർത്താവിന്റെ അഡ്രസ്സും അവരുടെ ജനനത്തീയതിയും അവരുടെ ഫോട്ടോയും ഉപയോഗിച്ചിരിക്കുന്നു. അവരുടെ ഗൂഗിൾ പേയിലേക്ക് പണം അയക്കുമ്പോൾ 2023 ബാങ്ക് നെയിം പ്രിയ സിജേഷ് എന്നായിരുന്നു. ഇതെല്ലാം സംശയകരമാണെന്നും പരാതിയിൽ പറയുന്നു. ഇവരുടെ ഇടപാടുകൾ ദുരൂഹമാണെന്നും ഇവർ എപ്പോഴും വിദേശയാത്ര നടത്തുകയും അവിടെ ബിസിനസ് ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നുവെന്നും എന്നാൽ ചെറിയൊരു പബ്ലിക്കേഷൻ സ്ഥാപനം നടത്തുന്നതന്നെ കള്ളപ്പണ ഇടപാടിന് മറയാണോ എന്നാണ് സംശയിക്കുന്നതെന്നും പരാതിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നു. കള്ളപ്പണ ഇടപാടിനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് പല ID കാർഡുകൾ ഉപയോഗിക്കുന്നതും ആ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നതെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നു. എന്തായാലും 2023 ഗൂഗിൾ പേയിലേക്ക് പണം അയച്ചപ്പോൾ കണ്ട പേരിലെ വ്യത്യാസം പുറത്തു പറയാൻ 2 വർഷമാണ് നിയാസ് കാത്തിരുന്നത്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർത്തിയില്ലായിരുന്നുവെങ്കിൽ നിയാസ് ഈ പരാതി പുറത്തു പറയാൻ ഇനിയും കാത്തിരിക്കുമായിരുന്നു എന്ന് വേണം കരുതാൻ.